ഹായ്, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നഗരവനം വീട്ടൂർ എന്ന സ്ഥലത്താണ്. വീട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് പണ്ടേ അറിയാവുന്നതാണ്. ഇവിടെ മുഴുവൻ കാടാണ്. ഇപ്പോഴും കുറെ കഴിഞ്ഞാൽ കുറേ സ്ഥലത്തൊക്കെ കാട് തന്നെയാണ്. ഇതൊരു തടി ഡിപ്പോയാണ് വീട്ടൂരിലെ. ഇത് നമ്മൾ പണ്ട് വഴിക്ക് പോകുമ്പോൾ കുറേ തടികൾ തേക്കുന്നതിലേക്ക് കിടക്കാൻ കാണാറുണ്ട്. അന്ന് ഇവിടെ ഒരു വേലുവിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ വേലിയൊക്കെ കിട്ടി മനോഹരമാക്കി ഒരു പാർക്കാക്കി മാറ്റി. ഇത് ഇപ്പോൾ വരുമാനമുള്ള സ്ഥലമാക്കി മാറ്റി. ഇപ്പം ഞങ്ങൾ 4 പേരുടെ കയറിയതിന് 175 രൂപയാണ് ഇപ്പോൾ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അത്രയും വരുമാനമൊക്കെ ഞങ്ങൾ 4 പേർക്ക് കയറിപ്പോൾ കിട്ടിയെന്ന് അർത്ഥം. സോ ഈ ഏരിയനെ എങ്ങനെ വരുമാനമാക്കി മാറ്റാന്നുള്ള ബിസിനസ് തന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മനോഹരമായി കാശും കൊടുക്കാറ് മെയിൻ്റനൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ എനിക്കൊരു നിലമ്പൂർ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഡിപ്പോകളെല്ലാം ഇങ്ങനെ ആക്കിയെടുത്ത് ആൾക്കാരെന്തായാലും വരും റിലാക്സേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു പാർക്കാക്കി മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തന്നെയുണ്ട്. കാരണം ഇത് പണ്ടേ എനിക്കൊരു പിടി പഠിക്കുമ്പോഴത്തേട്ട് അറിയാവുന്ന സ്ഥലമാണ്. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരിങ്ങനെ മാറ്റിയെടുത്ത് ശരിക്കും ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നഗരത്തിലുള്ള ഒരു വനം അല്ലെങ്കിൽ നഗരവനം വളരെ റീസെൻ്റായിട്ട് ചെയ്ത ഒരു വർക്കാണിത്. ശരിക്കും ഇതൊരു ഗവൺമെൻറ് ടിമ്പർ ഡിപ്പോട്ട് തന്നെയാണ്. അത് കൺവേർട്ട് ചെയ്തെടുത്തതാണ്. അവർക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉള്ളപ്പോൾ അവരൊരു പാർക്കാക്കി മാറ്റി കുറച്ച് വരുമാനം ഉണ്ടാക്കിയെന്ന് മാത്രം. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും ചെയ്യുകയാണെങ്കിൽ സർക്കാർ ശരിക്കും നല്ലൊരു വരുമാന മാർഗ്ഗമായിരിക്കും. മാത്രമല്ല അവിടെയുള്ള ലോക്കൽ ആളുകൾക്ക് പോകാനൊരു പാർക്കുമായി. പിന്നെ ഈ പാർക്കിനെ പറ്റി ഇവിടെ നമുക്കിപ്പോൾ കഴിക്കാനുള്ള ഒരു ചെറിയൊരു കഫേയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വന്യത്തിനാണ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അതിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അധികം സ്ഥലമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആക്ടിവിറ്റീസ് അത്ര ഉണ്ടോ എന്നൊരു ഡൗട്ടും എനിക്കുണ്ട്. പിന്നെ ഇവരുടെ ഈ ഒരു ടിക്കറ്റ് ചാർജും ഇത്തിരി കൂടുതലല്ലേ. കാരണം ഇത്രയും ഒരു നാട്ടിൻപുറത്ത് ഒരു പാർക്ക് വയ്ക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ വന്നെങ്കിൽ അത്യാവശ്യം ഒരു മിനിമലായിട്ടുള്ള ഒരു എൻട്രി ഫീസ് കൊടുത്താൽ എൻട്രി ഫീസ് വയ്ക്കണം. കാരണം ഇല്ലെങ്കിൽ അവർ ചീത്തയാക്കും. പക്ഷേ ഒരു മിനിമലായിട്ട് വെച്ചാൽ ആൾക്കാർ കൂടുതൽ വരും. ബൾക്കായിട്ട് ആൾക്കാർ വന്നാലേ ശരിക്കും വരുമാനം കൂടുള്ളൂ. 5 രൂപ കുറച്ചിട്ട് 20 രൂപ വാങ്ങിക്കുക എന്നുള്ളതാണ് എൻ്റെ തന്ത്രം. അത് ഇവർ ഇവിടെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞങ്ങൾ 4 പേരൊന്ന് കയറി കാണുകയായിരുന്നു. ഒരു ചെറിയ കുളം ശരിയാക്കി വെച്ചിങ്ങനെ കാണുന്നത്. ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. കാരണം അവരിപ്പോൾ ഓൾക്കാരിൽ ചെയ്യുന്ന ആൾക്കാരാണ്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് സംഭവം. അവർ തന്നെ ചെയ്യുന്നതാണ് തോന്നുന്നത്. തൃശ്ശൂരത്തൊരു പാർട്ടിയാണ്. ഏരിയ എന്തായാലും ഇതിപ്പോൾ ജിമ്മിൻ്റെ എക്സസൈസിനുള്ള സംഭവങ്ങളൊക്കെയാണ്. എൻ്റെ പുണ്യപാത്രങ്ങളെ വഴിക്കിട്ട് നടന്നു പോകുന്നുണ്ട്. ഫുള്ള് മെഡോ വെച്ചിട്ട് ചെറിയ ജിമ്മിൻ്റെ ഏരിയയൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാർക്ക് കളിക്കാൻ ജിമ്മൊക്കെ ഉണ്ട്. പക്ഷേ അത് മാത്രം പോരാ, കുറച്ചുകൂടി കളിക്കാനുള്ള സ്ഥലങ്ങളാണ് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു കയറിപ്പോകുന്ന ഒരു ടണൽ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഴ വരുമ്പോൾ കയറി നിൽക്കാം. ശരിക്കും എനിക്ക് അത്ഭുതം എവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുത്തില്ലോ നോക്കുമ്പോഴേ. കാരണം പണ്ട് ഈ വഴിക്കിൽ പോകുമ്പോൾ കുറേ തടി കൂട്ടി കിടന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് മാറിയപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ വന്നു. നന്നായിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൽ അത്യാവശ്യം മിടുക്കന്മാരായ ആൾക്കാർ വന്നു എന്നുള്ള തെളിവാണിത്. കാരണം ഈ ഐഡിയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. പക്ഷേ ഇവിടെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇതേപോലെ ഗ്രാമങ്ങളിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയാവുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ എല്ലാ നഗരങ്ങളും ഗ്രാമങ്ങളൊക്കെ കോർത്തിനെക്കൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ വരുവാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ അവിടെ കാശ് കൊടുക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ ഇത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്താലല്ലേ ആൾക്കാർ കാശ് കൊടുക്കുകയുള്ളൂ. അതിനുള്ള പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്കുണ്ട് താൻ. ഇത്ര ഏരിയയിലാണ് ശരിക്കും കളികളൊക്കെ ഉള്ള സ്ഥലങ്ങൾ. ഇവിടെ ഇപ്പോൾ അധികം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. വലിയ ആൾക്കാർക്കുള്ളത് ഞാൻ അധികം കണ്ടില്ല. കുറച്ചുണ്ട്, പക്ഷേ അത് കുറച്ച് കൂട്ടണമായിരുന്നു. കാരണം കുട്ടികളെ മാത്രം ആശാ പോരാ, കുട്ടികളെ കൊണ്ടുവന്നെങ്കിൽ വലിയ ആൾക്കാരെ ആകർഷിക്കണം. അതിനുള്ള സാധനം വെച്ചാലേ അവർ വരുള്ളൂ, എന്നാലേ കാശ് കിട്ടുള്ളൂ. ഇനിയൊരു ട്രീ ഹൗസ് ഉണ്ട് ഇവിടെ. ആ ട്രീ ഹൗസിലേക്ക് പോകുന്ന ഞാൻ വിചാരിച്ചു. സലിംകോർ പറഞ്ഞ പോലെ തൃപ്പതിയായി. അതായത് ഒട്ടുമില്ല, വളരെ ചെറിയൊരു ഏരിയ ആണ്. എന്നുവെച്ചാൽ ഏരിയയുടെ പ്രശ്നമല്ല, 175 രൂപ എന്നുള്ളത് വളരെ വളരെ കൂടിപ്പോയി. അതായത് പിള്ളേർക്ക് മാത്രം എന്തെങ്കിലും കളിക്കാനുള്ള സ്ഥലം, നമുക്കൊന്നും കളിക്കാനും പറ്റില്ല. പിള്ളേരെ കൊണ്ട് പിള്ളേരില്ലാത്തവരെന്ത് ചെയ്യും? എനിവേ, പക്ഷേ ഈ ഒരു സ്ഥലം നന്നാക്കിയെടുത്തതും അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഭയങ്കര കാശാണ്. അങ്ങനെ നോക്കുമ്പോഴും അപ്രഷീഡ് തന്നെയാണ്. നിങ്ങൾ സ്ഥലങ്ങൾ അവിടെ കൂടുതൽ വരട്ടെ. അധികവും മെയിൻ്റനൻസിന് വേണ്ടി മാത്രം അത്യാവശ്യം ന്യായമായൊരു കാശ് വാങ്ങിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്. ഈ ഒരു ഏരിയ ശരിക്കും കുറച്ച് ഇൻസ്റ്റലേഷൻസൊക്കെ വെച്ച് കുറച്ചുകൂടെ മനോഹരമാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആക്ടിവിറ്റീസ് കൂട്ടാം. കാരണം ഏരിയ കടക്കുന്ന ഇഷ്ടം പോലെ. ഒരു ട്രീ ഹൗസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ട്രീ ഹൗസിൻ്റെ മുകളിൽ കയറി കാണാൻ. സാധാരണ ട്രീ ഹൗസുകളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല, പക്ഷേ ഇവിടുത്തെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുട്ടികളിൽ നിന്ന് കളിക്കുന്ന സ്ഥലത്തൊക്കെ വലിയ ആൾക്കാർ കളിക്കുകയാണ് നമ്മൾ കാണുന്നത്. ഗതികേട് കൊണ്ട് കളിക്കുകയാണ്. കാരണം അവർക്ക് കളിക്കാൻ സ്ഥലമില്ലാത്ത കാരണമാണ് ഇങ്ങനെ കളിക്കേണ്ട വരിക. പിന്നെ
ട്രീ ഹൗസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പിലേക്ക് കുറേ നടക്കാനുണ്ട്, കുറേ കാട് പോലെ ഏരിയയൊക്കെ ഉണ്ട്. അവിടെ പലതരത്തിലുള്ള വൃക്ഷങ്ങളൊക്കെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് ശരിക്കും കാണാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ട്രീ ഹൗസ്. കുറച്ച് കയറാനുണ്ട് മുകളിലേക്ക്. പക്ഷെ കയറി കഴിഞ്ഞാൽ പുണ്യപാതങ്ങൾ വെച്ച് ഞാൻ ആ സ്റ്റെപ്പ് കയറുകയാണ്. ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിവിശാലമായ ഏരിയ ഒരു ബേഡ്സ് ഐ വ്യൂ പോലെ കാണാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. ഈ പുണ്യപാതം വെച്ച് അവിടെ നടക്കേണ്ടതായിട്ട് വന്നു. ദൂരെ കാണുന്ന ഏരിയ ഒക്കെ കാടാണ്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടല്ല, ഡിപ്പോ ആണ്. ശരിക്കും ഈ വീട്ടൂർ ഫോറസ്റ്റ് മുഴുവൻ കാട് തന്നെയാണ്. അതിങ്ങനെ വെട്ടിത്തെളിച്ച് കുറേ നല്ല സ്ഥലമാക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് ഇവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങുമായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ വന്ന ട്രീ ഹൗസിൽ കയറാണ്ട് പോകരുത്. ട്രീ ഹൗസ് എന്ന് പറയുന്ന സംഭവം അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ട്രീ ഹൗസ് ഞാൻ കയറി കണ്ടിട്ടില്ല. പലതിലും ഇങ്ങനെ ലാഡർ വെച്ചിട്ട് അവർ കെട്ടിയടച്ചിട്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോഴും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ കയറിയപ്പോഴാണ് ശരിക്കും കൊടുത്ത കാശ് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെന്ന് തോന്നിയത്. കാരണം നമ്മുടെ കാലത്തിൽ ട്രീ ഹൗസ് ഉണ്ടാക്കിയിട്ട് ആരും കയറ്റിയിടാറില്ല. ഇപ്പോൾ എവിടെ ചെന്നാലും മിക്കയിടത്തും മെയിൻ്റനൻസ് ഇല്ലാത്ത ആരും പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ കുറേ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ വൃക്ഷങ്ങളാണെന്നുള്ളൊരു ബോർഡാണ് കണ്ടത്. കാട്ടിലെ പല വൃക്ഷങ്ങളുണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്, പിന്നെ കുറേ ഔഷധ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇനിയുള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തടി ഡിപ്പോയാണ്. ഇത്രേ ഉള്ളൂ ഈ ഒരു ഏരിയ. പക്ഷേ ഇതെനിക്കിഷ്ടമായി. ഈ ഒരു ഏരിയയാണ് എനിക്ക് ശരിക്കും ഇഷ്ടമായത്. അപ്പോൾ അങ്ങോട്ട് അങ്ങനെ ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അതായത് ചൂടുന്നുണ്ടാവില്ല. ഈ ഒരു കാലാവസ്ഥയാണ് അവിടെ പോയാലും നല്ലത്. ചെറിയൊരു മഴയോ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയോ നമുക്ക് അവിടെ പോയാലും നമുക്ക് രസമാവും. അതുകൊണ്ട് ഇവിടെയൊക്കെ എനിക്ക് ഇഷ്ടമായി. കുറച്ച് പേർക്കൊണ്ട് പിന്നെയും കളിക്കാനുള്ള വലിയവർക്ക് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും കാണാൻ അവിടെ കയറി വരുമ്പോൾ കാണാൻ പറ്റില്ല. ഇതാ കാണുന്ന സ്ലൈഡിംഗ് ഒക്കെ കുറച്ച് വലിയ ആൾക്കാർക്ക് വേണമെങ്കിൽ പോവാം. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് വെച്ചു. എല്ലാം ഒന്ന് പോയി കണ്ടു. സ്ഥലമൊക്കെ രസമുണ്ട്. പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയത്ത്. ഞാനൊരു 4 മണിക്ക് എത്തിയത്. 5:30 വരെ ഉള്ളൂ. രാവിലെ 9 to 5:30 വരെ കണ്ടാണ്. 5:30 ആണോ 6 എന്നറിയില്ല. അതൊന്ന് നിങ്ങളൊന്ന് ദിവസം നോക്കുക. എന്തായാലും ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ കയറാൻ പറ്റും. ഈ ഒരു ഏരിയ കണ്ടപ്പോൾ എനിക്കും കയറാൻ തോന്നി. ഞാനും ഒന്ന് കയറി. കാരണം ഇത് വളരെ കൂളായിട്ട് ആർക്കും കയറാം എന്ന് വിചാരിക്കും. പക്ഷേ അത്ര വലിയ കൂളൊന്നും ആയിരുന്നില്ല. പിന്നെ അത്യാവശ്യമൊക്കെ വേണമെങ്കിൽ കയറി ഇറങ്ങാം. അത്രയ്ക്കേ ഉള്ളൂ. അങ്ങനെ പല കടമ്പകൾ കടന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്.